ഭാരതാംബയുടെ നാമത്തിലും ശ്രീരാമന്റെയും അയ്യപ്പന്റെയും ഒക്കെ പേരിലും സത്യപ്രതിജ്ഞ ചെയ്തവർക്ക് പണിയാവും. സത്യപ്രതിജ്ഞ നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാണിച്ച് തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് പരാതി ലഭിച്ച സാഹചര്യത്തിൽ ഇവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടിവരും. VS-ന്റെയും ഉമ്മൻചാണ്ടിയുടെയും നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തവർക്കും ഇത് ബാധകമാണ്. ചട്ടപ്രകാരം ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയ്ക്കോ മാത്രമാണ് അനുമതിയുള്ളത്. അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ശ്രീ ഉദയനൂർ ദേവിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ബലിദാനികൾ അമരന്മാർ വന്ദേ മാതരം. നിർവഹിക്കുമെന്ന് കാവിലമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്ന് ശ്രീ പത്മനാഭ സ്വാമിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ശ്രീ പത്മനാഭ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്നും ഭാരതാംബയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സ്വാമി ശരണമയ്യപ്പ. നിർവഹിക്കുമെന്ന് എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ധീരബലിദാനികളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്ന് തിരുവല്ലം പരശുരാമന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്ന് ശ്രീ പത്മനാഭ സ്വാമിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്ന് ശ്രീ പത്മനാഭ സ്വാമിയുടെ നാമധേയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്ന് പത്മനാഭന്റെ നാമത്തിലും ശ്രീ മഹാവിഷ്ണുവിന്റെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീകണ്ഠേശ്വരൻ അമ്മയപ്പന്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്ന് അയ്യപ്പ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്നും ഈശ്വര നാമത്തിലും ഗുരുദേവ നാമത്തിലും എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ബലിദാനികളായവരുടെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഭാരത മാതാവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ നിർവഹിക്കുമെന്ന് ശ്രീ ധർമ്മശാസ്ത്രാവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ശ്രീരാമനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ശ്രീരാമനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. TG സജിത്ത് വിവരങ്ങളുമായി. ശ്രീരാമൻ, ഗുരുദേവൻ, പത്മനാഭൻ, ശാസ്താവ്, അങ്ങനെ ദൈവങ്ങളെല്ലാം മാറി മാറി വന്നു. അതാണ് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതെങ്കിൽ, ഭാരതാംബ ഉൾപ്പെടെയുള്ളവർ മാറി മാറി വരുന്നതാണ് തിരുവനന്തപുരം നഗരസഭയിൽ കണ്ടതെങ്കിൽ. VS-ഉം ഉമ്മൻചാണ്ടിയും ഒക്കെ ഈ സത്യപ്രതിജ്ഞയിൽ കടന്നു വന്നു. പക്ഷേ ഇതൊന്നും ചെയ്യാൻ നിയമപരമായി അല്ലെങ്കിൽ ചട്ടപ്രകാരം കഴിയില്ല എന്നതാണ് സജിത്ത് വാസ്തവം. ഇത് ചലഞ്ച് ചെയ്ത് ഇപ്പോൾ പരാതി കൂടി എത്തിയ സ്ഥിതിക്ക് ഇവർക്കൊക്കെ മുന്നിൽ ഇനി എന്തൊക്കെയാണ് സാധ്യതകളുള്ളത്? വലിയ വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ. പുതിയ അംഗങ്ങൾ ഇവർ പലരും ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തന്നെ. അങ്ങനെ ജനപ്രതിനിധികളായി വന്നപ്പോൾ സ്വന്തം പ്രസ്ഥാനത്തോട് അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ദൈവത്തോട് സത്യവാചകം ചൊല്ലി അധികാരമേൽക്കുന്നു, ചുമതലയേൽക്കുന്നു. ഇതാണ് ഇവർ കണ്ട ഒരു കാര്യം. പക്ഷേ അതിന് ചില ചട്ടവട്ടങ്ങളുണ്ട്, അതിന് കൃത്യമായ ചില തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൃത്യമായ ചില നിർദ്ദേശങ്ങളുണ്ട്. അത് പാലിക്കപ്പെട്ടില്ല. അതല്ലെങ്കിൽ അത് അവർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കാൻ ആരും തയ്യാറായില്ല എന്നതാണ് ഈ സ്ഥലങ്ങളിലൊക്കെ സംഭവിച്ചത്. തിരുവനന്തപുരം നഗരസഭയിൽ കണ്ട കാഴ്ചയാണ്. പത്മനാഭൻ്റെ ദാസന്മാരായി ഞങ്ങൾ നഗരം ഭരിക്കുന്നു എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് BJP അംഗങ്ങൾ എത്തിയത്. അത് പക്ഷേ സത്യപ്രതിജ്ഞയിൽ ചട്ടലംഘനമായി മാറി എന്നതാണ് സാഹചര്യം. ശ്രീജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നുകിൽ ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ. ദൈവനാമത്തിൽ എന്ന് പറയുമ്പോഴും അതിൽ അള്ളാഹുവിൻ്റെയോ ക്രിസ്തുവിൻ്റെ പേരോ ഉപയോഗിക്കാനും അവകാശമുണ്ട്, അതുവരെ പ്രശ്നമില്ല. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള പേര് പരാമർശിക്കുന്നതെല്ലാം ചട്ടലംഘനമായി മാറുക എന്നതാണ്. അതിൽ ഹിന്ദു ദൈവങ്ങളുടെയൊക്കെ പേരെടുത്ത് വിളിച്ച് സത്യം ചെയ്തവരുണ്ട്, ശരണം വിളിച്ചവരുണ്ട്. ഇതെല്ലാം ചട്ടലംഘനമായി മാറുന്നു എന്നതാണ് സാഹചര്യം. ഉമ്മൻചാണ്ടിയുടെയും VS അച്യുതാനന്ദൻ്റെയും ഒപ്പം ബലിദാനികളുടെയും ധീര രക്തസാക്ഷികളുടെയും ഒക്കെ പേര് പറഞ്ഞ് സത്യം ചെയ്തവരുണ്ട്. ഇതെല്ലാം ചട്ടലംഘനമാകുന്നു എന്നതാണ് സാഹചര്യം. കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച ആ രീതിയിൽ തന്നെ നടക്കണം. അതിനപ്പുറത്തേക്ക് പോയ ചട്ടലംഘനമാവും. ഇതുവരെ തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് പരാതി ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞു. കൂടുതൽ പരാതികൾ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ തിരുത്തലുകൾ വേണ്ടിവരും. 30 ദിവസത്തെ സമയത്തിനുള്ളിൽ ഇവർ സത്യവാചകം മാറ്റി ചൊല്ലേണ്ടി വരും. ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ വീഴ്ച കണ്ടെത്തിയപ്പോൾ തന്നെ വരണാധികാരി അപ്പോൾ തന്നെ ഇടപെട്ട് സത്യവാചകം മാറ്റി ചൊല്ലിച്ച ഇടങ്ങളുണ്ട്. പക്ഷേ മറ്റു പലയിടത്തും അത് ഉണ്ടായിട്ടില്ല എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ ഇടങ്ങളിൽ കയ്യടിക്ക് വേണ്ടിയും മറ്റും ഇത്തരം രീതിയിൽ സത്യവാചകം ചൊല്ലിയവർ അത് മാറ്റി ചൊല്ലേണ്ടി വരും. അല്ലെങ്കിൽ അവർക്ക് ജനപ്രതിനിധികളായി തുടരാൻ കഴിയില്ല എന്നതാണ് സാഹചര്യം. വലിയ പണിയാണ് അവരെ കാത്തിരിക്കുന്നത്.
തെരഞ്ഞെടുപ്പ് കേസായി ഉമേഷ് ചള്ളിയിൽ ൻ്റെ സത്യപ്രതിജ്ഞ മാറിയൊരു ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. അന്ന് അദ്ദേഹം ഗുരുദേവൻ്റെ നാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. പക്ഷേ പിന്നീട് അത് മാറ്റി ചൊല്ലേണ്ട സാഹചര്യം വന്നിരുന്നു. ഈ സാഹചര്യം ഇത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് വാർഡിലെ ജനങ്ങളെയൊക്കെ ഒന്ന് കയ്യിലെടുക്കാമെന്ന് കരുതി, അല്ലെങ്കിൽ അവിടുത്തെ ദൈവത്തെ ഒന്ന് കയ്യിലെടുക്കാമെന്നൊക്കെ കരുതി ആ ദൈവത്തിൻ്റെ പേരിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തവർക്ക് ഒരു തവണ കൂടി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും, ചട്ടലംഘനം ഒഴിവാക്കണമെങ്കിൽ എന്ന സാഹചര്യം ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്.